അഴീക്കോട് പുന്നയ്ക്കപ്പാറയിൽ പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിൽ ഒരു കുട്ടി മരിച്ചു. പുന്നയ്ക്കപ്പാറയിലെ ഉബൈദിന്റെ മകൻ അമാനാണ് മരിച്ചത്. 9 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ പുന്നയ്ക്കപ്പാറയിലെ ഗ്രൗണ്ടിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെയായിരുന്നു അപകടം. 3 കുട്ടികൾക്ക് പരിക്കേറ്റു. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. 9 വയസ്സുകാരനാണ് പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ സംഭവം? കൃഷ്ണേന്ദു, നാടാകെ വലിയ ഞെട്ടൽ ഉളവാക്കിയ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ നടന്നത്. അഴീക്കോട് പുന്നയ്ക്കപ്പാറയിൽ ഇന്ന് രാവിലെ 11:30 ഈ ദുരന്തം നടന്നത്. പുന്നയ്ക്കപ്പാറയിലെ ഉബൈദിന്റെ മകൻ അമാൻ ആണ് ഈ പടക്കം പൊട്ടി മരിച്ചത്. 9 വയസ്സുള്ള അമാൻ വായ്പറമ്പ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ പുന്നയ്ക്കപ്പാറയിലെ ഗ്രൗണ്ടിൽ കുട്ടികൾ ഒത്തുചേർന്ന് പടക്കം പൊട്ടിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. 3 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൈക്കും കാലിനും പരിക്കേറ്റ സൽമാൻ ഫാരിസിനെ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അൻഫാൻ അഹമ്മദ് ബദ്വി, ഫെബിൻ ഇബ്രാഹിം എന്നീ കുട്ടികൾക്കും പരിക്കേറ്റു. ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല. ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഗ്രൗണ്ടിന് തൊട്ടടുത്താണ് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെ പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തുമൊക്കെ VD സതീശൻ സർക്കാരിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് വലിയ ആഘോഷമാക്കിയിരുന്നു. അവിടെ പടക്കം പൊട്ടിച്ച് അവിടെ നിന്നും കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഒക്കെ തന്നെ പിരിഞ്ഞു പോയിരുന്നു. അതിനുശേഷമാണ് ഈ കുട്ടികൾ ഗ്രൗണ്ടിൽ ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും പോയതിനു ശേഷമാണ് ഈ സംഭവം ഉണ്ടായി എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ TM മോഹനൻ കണ്ണൂരിനോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേൾക്കാം. കൂടുതൽ കാര്യങ്ങളൊന്നും അതിന് വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അവിടെ നടന്നത് അവിടെ പാർട്ടിയുടെ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞിട്ട് എല്ലാവരും പോയതാണ്. അതിനുശേഷം ഈ കുട്ടികൾ ഇവരുടെ ഉണ്ടായ ചടങ്ങുകൾ അവരെ അപ്പുറത്തെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് പൊട്ടിക്കുന്നത്. ആ പൊട്ടിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു അപകടമാണ്. ആ അപകടം എങ്ങനെ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും അതൊരു വലിയൊരു ദുരന്തമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ആഹ്ലാദം കഴിയുമ്പോൾ തന്നെ ഇത് കേട്ടതിന് ശേഷം വളരെ മാനസികമായിട്ട് നമ്മളെ UDFന്റെ പ്രവർത്തകന്മാരും അതുപോലെ പാർട്ടി ഭാരവാഹികൾക്ക് വളരെയധികം വ്യസനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള ഉണ്ടാകാൻ പാടില്ലാതായിരുന്നു. പക്ഷേ ഈ കുട്ടികളെ മുഴുവൻ നമ്മൾ കുറച്ച് മുമ്പിൽ നിയന്ത്രിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, ചടങ്ങൊന്നും കണ്ടിട്ടില്ല. അവിടെ ചെറിയ ചെറിയ ചടങ്ങാണ്. പക്ഷെ അതെങ്ങനെയാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് ഒന്നുമല്ല, ഒരു കാര്യമായി പൊട്ടുന്നതൊന്നുമല്ല. ചെറിയ ചെറിയ ചടങ്ങം പോലത്തെ ചെറിയ ചടങ്ങാണ്. പക്ഷേ എന്താണ് കടയിൽ നിന്ന് വാങ്ങുന്ന ചടങ്ങാണ്. ചൈനീസും മറ്റുള്ള അങ്ങനെയുള്ള ചടങ്ങാണ്. അപ്പോൾ എന്ത് ലെവലിൽ പൊട്ടി എന്നുള്ളത് വ്യക്തതയില്ല. പക്ഷെ എന്തായാലും ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിൽ വളരെയധികം ദുഃഖം UDF കമ്മിറ്റി പേരും അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലും ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഇതുപോലൊരു അപകടം അഴീക്കോട് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിപ്പോൾ ഒരു കുട്ടി മരണപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു അല്ലേ? ഒരു കുട്ടി ഇവിടെ ശ്രീചന്ദിലുണ്ട്. മറ്റേ 2 കുട്ടികൾ മരുന്ന് വെച്ച് വീട്ടിലേക്ക് പോയി. ഒരു കുട്ടി മരണപ്പെട്ടു. ഇത് ഇന്ന് എത്ര മണിക്കായിരുന്നു സംഭവം? ഒരു 11 മണിക്ക് ശേഷമാണ്. 11 മണിക്ക് ശേഷമാണ് ഈ സംഭവം. 11 മണിയാകുമ്പോൾ നമ്മളെ അഴീക്കോട്ടെ ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഈ ആഹ്ലാദ ഇതെല്ലാം കഴിഞ്ഞിരുന്നു, മധുര വിതരണവും ചടങ്ങും പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് ആടെയുള്ള പുറത്തുമാർ മുഴുവൻ വീട്ടിലേക്ക് പോയി. അതിനുശേഷമാണ് ഇത് നടന്നിട്ടുള്ളത്. അവിടുന്ന് പൊട്ടാത്ത പടക്കം കൊണ്ടുവന്നില്ല. അവിടെ അങ്ങനെ ഒന്നും കൂടുതൽ പൊട്ടിച്ചിട്ടില്ല. വെറും ഒരു കോഴിയും 2 മറ്റേ പൊട്ടിച്ചില്ല. ആ ചെറിയ പൈസേൻ്റെ ചടങ്ങ് പൊട്ടിച്ചിട്ട് അവരങ്ങ് പോയി. അങ്ങനെ കൂടുതൽ പൊട്ടിക്കുന്ന സ്ഥലവും അല്ല അത്. അപ്പോൾ അവിടെ അങ്ങനെ പൊട്ടിയത് ബാക്കി വരാനുള്ള സാഹചര്യം ഒന്നുമില്ല. ഈ കുട്ടിക്ക് ഇത് എങ്ങനെ കിട്ടിയെന്നൊന്നും അറിയില്ല. ഒന്നും അറിയില്ല. കുട്ടിക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത് അറിയില്ല. അവരെ പൈസ കൊടുത്ത് വാങ്ങിയതാണോ അല്ല അവർ ആരെ അങ്ങ് സഹായിച്ചു കൊടുത്തോ എന്നുള്ളതിനെ പറ്റി അറിയില്ല. പക്ഷെ എന്തിനായാലും അതൊരു വളരെ ഒരു വ്യസനം ഉണ്ടാക്കുന്ന സംഭവം. നമ്മൾ ഈ ആഹ്ലാദെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ മാനസികമായിട്ട് നമുക്കുണ്ടല്ലോ. എങ്ങനെ വന്നാലും ഒരു അപകടമാണ്. ഇന്നത്തെ ദിവസം വരുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മുടെ UDFന്റെ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടീൻ്റെ ഒരു രക്ഷിതാക്കളും അതുപോലെ ആ കുടുംബവും നമ്മളെ UDFന്റെ കുടുംബത്തിൽപ്പെട്ട കുട്ടികളാണ് ഇതെല്ലാം. അവർക്ക് പറ്റിയ ഈ ദാരുണമായ ഈ ഇതിൽ വളരെയധികം വ്യസനം രേഖപ്പെടുത്തുകയാണ്. എന്തായാലും TM മോഹനൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് UDF പ്രവർത്തകരൊക്കെ തന്നെ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ ഒത്തുകൂടിയിരുന്നു. അവിടെ പടക്കം പൊട്ടിച്ചിരുന്നു, ലഡു വിതരണം ചെയ്തിരുന്നു. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകരൊക്കെ തന്നെ പിരിഞ്ഞു പോവുകയും ചെയ്തു. ഈ കുട്ടികളോട് പടക്കം ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തന്നെ അവിടെ എല്ലാവരും മുതിർന്നവർ പറഞ്ഞതാണ്. പിന്നെ എങ്ങനെയാണ് ഇവരുടെ കയ്യിലേക്ക് ഈ പടക്കം എത്തിയത് എന്നത് അറിയില്ല എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവം. ഈ UDF പ്രവർത്തകരാകെ TM മോഹനൻ തന്നെ പറയുന്നത് വലിയ ആഹ്ലാദം അവിടെയൊക്കെ തന്നെ അലയടിക്കുന്നതിനിടെയാണ് ഈ ദുരന്തമുണ്ടായത്. അത് ആകെ മ്ലാനത പരത്തുന്ന ഒരു സാഹചര്യം
ഉണ്ടായി എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വളപട്ടണം പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടത്തുകയാണ്. അമാന്റെ മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. അവിടുത്തെ ഈ പുന്നക്കപ്പാറയിലെ UDF-ന്റെയും പ്രവർത്തകരും അതോടൊപ്പം തന്നെ അമാന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ സങ്കടകരമായ ഒരു കാഴ്ച. ഇത് അവിടെ നിന്ന കുട്ടികളൊക്കെ പറയുന്നത് ഈ പടക്കം 2 പടക്കം ചേർത്ത് വെച്ച് പൊട്ടിച്ചു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. വ്യക്തമായി കണ്ടവരില്ല, ഈ പരിക്കേറ്റവരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെയാണ്, അവരോട് ഈ പരിക്കേറ്റവർ പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. 2 പടക്കം കൂട്ടി വെച്ച് പൊട്ടിക്കുന്നതിനിടെ ഒരു പടക്കം ഈ അമാന്റെ കഴുത്തിന്റെ ഭാഗത്തേക്ക് വന്ന് അവിടെ നിന്നും പൊട്ടി. അങ്ങനെ ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം, കഴുത്തിന്റെ ഭാഗത്ത് വലിയ രീതിയിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം, ചിന്നിച്ചിതറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ചുവന്ന നിറത്തിലുള്ള ഒരു നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കടകളിൽ നിന്ന് വാങ്ങുന്ന ആ നമ്മൾ ബോംബ് ഗുണ്ട് എന്നൊക്കെ പറയുന്ന ആ പടക്കമാണ് പൊട്ടിയത്. കടകളിൽ നിന്ന് വാങ്ങുന്ന പടക്കം തന്നെയാണ്, കെട്ടിയുണ്ടാക്കിയ പടക്കമൊന്നും അല്ല എന്നും അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ആ ഗ്രൗണ്ടിൽ കാണാനും കഴിയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ച പടക്കം അതിൽ ഒന്ന് പൊട്ടുകയും മറ്റൊന്ന് ഈ കഴുത്തിന്റെ ഭാഗത്തേക്ക് തെറിച്ച് അവിടെ നിന്നും പൊട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ അമാന്റെ ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത്. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അമാൻ മരണപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അത് പൂർത്തിയാകും. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്നാണ് അമാന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ UDF നേതാക്കളും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നേരത്തെ ഇത്തരം സംഭവങ്ങൾ, അതായത് പടക്കം കുട്ടികൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ അത് വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ആഹ്ലാദ പ്രകടനം ഒക്കെ നടക്കുന്ന, വോട്ടെണ്ണൽ നടക്കുന്ന ആ സമയത്ത് 2 ദിവസം പടക്കക്കടകൾക്കൊക്കെ അടച്ചിടാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് നമ്മളോട് പറഞ്ഞത് ഇത്തരം അപകടങ്ങൾ, അതായത് കുട്ടികൾക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് എന്തായാലും അതേ രീതിയിൽ തന്നെയുള്ള ഒരു അപകടം, കുട്ടികൾ അശ്രദ്ധമായി ഈ പടക്കം കൈകാര്യം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ദാരുണമായ സംഭവമാണ് ഈ പുന്നക്കപ്പാറയിൽ ഉണ്ടായിട്ടുള്ളത്. കൃഷ്ണേന്ദു.